ഹായ്, എന്തിൻ്റെ വിശേഷം? കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്? എന്തൊക്കെയോ തിരക്കിലായിപ്പോയി. അപ്പം ഞങ്ങളിതേ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റുമായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞെടുത്തത്, 10 ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. സവോള വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, ഓപ്ഷണലാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നന്നായി ഉണ്ടാവും. 2 കോഴിമുട്ട, ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ഒരു 4 ബ്രെഡിൻ്റെ പീസ് പൊടിച്ചെടുത്തത്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നന്നായി മെഴുക്കുക. ഉള്ളി ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണയിൽ നന്നായിട്ടൊന്ന് മെഴുക്കുക. ക്യാരറ്റ് അധികം അങ്ങ് വെന്ത് പോകണ്ട, നമുക്കൊരു ചെറിയ ക്രിസ്പിനെസ് വേണം. അപ്പോൾ ഏകദേശം ഈ ഒരു പാകമായാൽ മതി. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ഇനിയൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും വേകാനായിട്ട് വെള്ളം ഉപയോഗിക്കരുത്, എണ്ണയിൽ വേണം ഇതൊക്കെ മൂത്ത് വരാൻ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. നമ്മളെടുത്ത അളവിന് 5 കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങൾക്ക് കൂടുതൽ കട്ട്ലറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കൂ. മുട്ടയൊന്ന് അടിച്ചെടുക്കുവാണ്. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് എടുത്ത് ഈ മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നന്നായി ഒന്ന് ചുറ്റിയെടുക്കുക. എല്ലാ സൈഡിലും ബ്രെഡിൻ്റെ തരികൾ നന്നായിട്ട് ആഡായിട്ടുണ്ടാവണം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ പാകത്തിനായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ തരികളായിട്ടുണ്ട്. നമ്മുടെ 5 കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൂടായ എണ്ണയിലേക്ക് മാത്രമേ കട്ട്ലറ്റ് ഇടാവൂ. എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ കട്ട്ലറ്റ് എണ്ണയിൽ കിടന്ന് വിടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂടായ എണ്ണയിലേക്ക് വേണം കട്ട്ലറ്റ് ഇടാൻ. കട്ട്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് വരണം. അധിക നേരം എണ്ണയിൽ കിടക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച സാധനങ്ങളാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ടർ ലെയർ മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നോക്കിക്കേ, നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. സജഷൻസ് ഉണ്ടെങ്കിലും പറയൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്കിനിയും കാണാം സിൽസ് വേൾഡിലൂടെ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.